ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ 30th വീക്കിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബനാന, ഡേറ്റ്സ്, ബദാം, വാൾനട്ടും ക്രാൻബെറീസ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കഴിക്കാറ്. അതിനുശേഷം പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. ഇത് സ്പെഷ്യലാണ്, ബീറ്റ്റൂട്ട് ഇടിയപ്പമാണ്. അതിൻ്റെ കൂടെയാണ് മുട്ടക്കറി കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേപ്സും ഒരു ഓറഞ്ചും. പിന്നെ ലഞ്ചിന് കടലക്കറിയാണ്. അപ്പോൾ ചോറും കടലക്കറിയും പരിപ്പും ചീരയും തൈരും പിന്നെ മുട്ട പൊരിച്ചതായിരുന്നു നമ്മളുടെ ലഞ്ച് സ്പെഷ്യൽ. ഇതെല്ലാം കൂടി ചോറുണ്ടതിന് ശേഷം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ചായയും കാപ്പിയൊന്നും കുടിച്ചില്ല. അതിന് പകരം ചോളം വേവിച്ചതാണ് കേട്ടോ കഴിച്ചത്. അതിൽ കുറച്ച് ബട്ടറും മുളക് പൊടിയും ഉപ്പിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നൈറ്റായപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിക്കു പറഞ്ഞു ഇന്ന് റിക്കുവിൻ്റെ വക സ്പെഷ്യൽ ആലു പറാത്ത ഉണ്ടാക്കാമെന്ന്. എനിക്കാണെങ്കിൽ ആലു പറാത്ത ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. റിക്കു ആണെങ്കിൽ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ആൾ ഭയങ്കര പെർഫെക്ഷനിലൊക്കെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഇങ്ങനെ ഞൊറിഞ്ഞ് നൈസായിട്ടാണ് എല്ലാം ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ റിക്കു ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടാറ്. പിന്നെ അതങ്ങനെയല്ലേ വരുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വലിയ ബോളായിട്ടാണ് പറാത്തയ്ക്ക് വേണ്ടി പരത്തേണ്ടത്. അതിനുശേഷം അതിൽ ഫില്ലിങ്സ് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇങ്ങനെ ഞൊറിഞ്ഞ് ബാക്കി വരുന്നത് അതിൽ മാറ്റി വെക്കും. പിന്നെ ദൈവം ഇങ്ങനെ പരത്തിയെടുക്കും. അത് പരത്തിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പരത്തും വേണം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് പുറത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ, ബട്ടർ മാത്രം മതിയായിരുന്നു. അപ്പോൾ ആദ്യം നെയ്യ് തേച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് തേക്കും. അതിന് ശേഷം ചൂട്ടോടെ അതിൻ്റെ മീതെ ബട്ടർ ഇടും. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ടർമറിക് മിൽക്ക്. ഇതൊക്കെയാണ് എൻ്റെ 30th വീക്കിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ.